recognize the flowers. ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ സൂ കാണാനാണ് കേട്ടോ. ശരിക്കിതൊരു 2 യാത്രയാണ്. അപ്പോൾ ഒന്ന് സൂവിലോട്ടും രണ്ടാമത്തെ എങ്ങോട്ടാണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സൂവിലേക്ക്, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സ്കൂളിലെ ടൂറ് പോകുന്ന സ്ഥിരം സ്പോട്ടാണ് കേട്ടോ സൂ. പിന്നെ കലാമണ്ഡലം, സിൽവർ സ്റ്റോം, നമ്മുടെ ഡ്രീം വേൾഡ്, പിന്നെ മലമ്പുഴ ഡാമും. ഈ മലമ്പുഴ ഡാം ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും ഞാൻ കണ്ടതാണ്. അതും എൻ്റെ സ്കൂളിൽ നിന്നുള്ള ടൂറിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോൾ വന്നത്. ഞാൻ കുറേ നാളായിട്ട് തൃശ്ശൂർ വന്നപ്പോൾ വിചാരിച്ചൊരു കാര്യമാണ് സൂവിലേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതേ ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇന്ന് ഫ്രീ എൻട്രി ആട്ടോ. ഇന്നെന്നല്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഫ്രീ എൻട്രി ആണ്. വേറൊന്നുമല്ല, ഇവിടെ ഇപ്പോൾ ഉള്ള മൃഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വല്ലാതൊന്നും ഇവിടെ കാണാനില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഫ്രീ എൻട്രി കൊടുത്തേക്കണേ കേട്ടോ. അങ്ങനെ അതെ ഞങ്ങൾ നടന്നു പോയിട്ട് ആദ്യം തന്നെ കണ്ടത് മുള്ളംപന്നീനെയാണ് കേട്ടോ. എൻ്റെ അമ്മ എന്താണോ കണ്ടപ്പോൾ തന്നെ പേടിയായ. അപ്പോൾ ഫുള്ള് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ ആർട്ട് മ്യൂസിയം ആണ്. ഉള്ളിലേക്ക് കയറിയൊന്നുമില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടുള്ളൂ. ആ സമയത്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് കണ്ടതാണെങ്കിലോ കൃഷ്ണമൃഗമായിരുന്നു. പിന്നെ ഒരു കൂട്ടം നമ്മുടെ മ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു. ഇതേ കണ്ടില്ലായിരുന്നു, ഒരു കൂട്ടം മ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ അവിടെയാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, കുറച്ച് നേരം സംസാരിച്ചിരുന്നു. നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയായിരുന്നേ. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, നമുക്ക് ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇത് ആർട്ട് ഗ്യാലറീൻ്റെ അടുത്തുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നായിരുന്നു കുറേ വീഡിയോസ് എടുത്ത്. പിന്നെ അടുത്ത നമ്മുടെ ഹിപ്പു, എൻ്റെ അമ്മ എന്ത് വലുതായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇത് തല താഴ്ത്തി കിടക്കായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർ വന്ന് കുറേ ഒച്ചയൊക്കെ ഉണ്ടാക്കിയപ്പോഴാണോ ഒന്ന് എണീറ്റ് നോക്കിയത്. പിന്നെ അതെ വീണ്ടും നമ്മുടെ മ്ലാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ മ്ലാവിൻ്റെ കൊമ്പല്ല ഇതിനെ പറയുന്നത്, ഇതിനെ ആൻറ്റ്ലേഴ്സ് എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഈ ആൺ മ്ലാവിനൊക്കെ ഒരു വർഷത്തിലൊക്കെ ഒരിക്കൽ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടത് റീഗ്രോ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പൊട്ടിയിട്ട് ഈ പക്ഷികളൊക്കെ വന്നത് കൊത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായ കാഴ്ചയായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കാനുള്ളതാണ്, സൂവിലൊന്നും ഇല്ലല്ലോ, ഒക്കെ പോയി മാറ്റിയിട്ടുണ്ടല്ലോ ഇവിടെ. അയ്യോ, ഇതാണ് നമ്മുടെ മെയിൻ സാധനം, പുള്ളിപ്പുലി കേട്ടോ. ശരിക്കും ഈ പുള്ളിപ്പുലിക്കൊക്കെ 6 മീറ്ററോളം ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 6 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേരുടെ ഹൈറ്റ് ആണല്ലേ. അപ്പോൾ എൻ്റെ അമ്മോ, അത് കടിച്ചാലും ചാടിയാലൊക്കെ ഉള്ള പ്രശ്നം. അതൊക്കെ കണ്ട് പിന്നെ വീണ്ടും നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ പറഞ്ഞല്ലോ, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ പിള്ളേരുണ്ടായിരുന്നു, കുറേ എന്നെ കാണാനും സൗണ്ട് ഉണ്ടാക്കാനും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് സൈലൻ്റ് തന്നെയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ സൈലൻ്റ് ആണ്, കാരണം ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കാനൊന്നും പറ്റിയില്ല. നമുക്ക് കാമായിട്ട് സമാധാനത്തോടെ വന്നിരിക്കാനും ഒരു ഈവനിങ് വാക്കും മോർണിംഗ് വാക്കൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഫ്രീ എൻട്രിയും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടായിരുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ഈ ഉപ്പിലിട്ടതും അതുപോലെ മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കഴിച്ചില്ല, ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു, പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് അതിനുള്ളിൽ കയറിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അധികം ഒന്നും വേർത്തില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേർത്ത് വിളിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എങ്ങോട്ടാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാൻ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.